പെടാനൊന്നുമില്ല, എല്ലാം ഭഗവാൻ ശരിയാക്കിക്കോളുമെന്ന് പറഞ്ഞത് മാതിരിയുള്ള ഒരു അനുഭവം കുറേ ദിവസമായി അയച്ചു തന്നിട്ടെ നിങ്ങളോട് പറയട്ടെ. ഞാൻ 45 വയസ്സുള്ള ഒരു വീട്ടമ്മയാണേ. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് കൃഷ്ണഭക്തിയാണ്. കുട്ടിക്കാലത്ത് കേട്ട കഥകളിൽ ഒരിക്കലും കൃഷ്ണനോട് അടുപ്പം തോന്നിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഇഷ്ടക്കേടുമായിരുന്നു കേട്ടോ. ഗോപികമാരുടെ വസ്ത്രങ്ങൾ മോഷ്ടിച്ചും വെണ്ണ കെട്ടി നിന്നും വളർന്ന കൃഷ്ണന്റെ കഥകളാണ് ഞാൻ കേട്ടിരുന്നത്. ആ 16,008 ഭാര്യമാരുള്ളതും മഹാഭാരത യുദ്ധത്തിൽ സ്വന്തക്കാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചതും എല്ലാം കൃഷ്ണൻ തന്നെ. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം താലൂക്കിലാണ് എൻ്റെ വീട്. വല്ലപ്പോഴും ഗുരുവായൂർക്ക് പോകും എന്നല്ലാതെ ഒരു ഭക്തിയില്ല. 5 വർഷത്തെ കോളേജ് പഠനം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലായിരുന്നു. എന്നിട്ടും പേരിന് പോലും എനിക്ക് കൃഷ്ണനോട് ഇഷ്ടം തോന്നിയില്ല കേട്ടോ. കല്യാണം കഴിപ്പിച്ചത് തൃശ്ശൂർ പാലക്കാട് ബോർഡറിലുള്ള വീട്ടിലേക്കാണ്. അവിടെയും വലിയ ഭക്തരൊന്നും ആയിരുന്നില്ല. ഈ അടുത്ത 4-5 വർഷങ്ങളായിട്ടാണ് കൃഷ്ണകഥകളെ ഞാൻ കൂടുതൽ കേൾക്കാനും അറിയാനും തുടങ്ങിയത്. ഒരു വർഷമായിട്ട് ത്രിമധുരം കേൾക്കുന്നുണ്ട് കേട്ടോ. ഒരു വർഷമായിട്ട് ഞാൻ ത്രിമധുരത്തിലൂടെയൊക്കെ തന്നെയാണ് ഈ കഥകളും അനുഭവങ്ങളും ഒക്കെ കേൾക്കുന്നത്. അങ്ങനെ ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പോഴും എനിക്കെന്തോ അനുഭവങ്ങളൊന്നും ഇല്ലാത്തത് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു. നമ്മൾക്ക് അത്ര ഭക്തിയൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കുമെന്ന് തോന്നി. 1-2 മാസങ്ങൾ കൂടുമ്പോൾ ഞാൻ ഗുരുവായൂർ വരുമായിരുന്നു. വരുമ്പോഴൊക്കെ എനിക്ക് എന്താ ഭഗവാനെ അനുഭവങ്ങളൊന്നും വരാത്തത് കൃഷ്ണ എന്ന് വിചാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് കേട്ടോ ചില ശാരീരിക പ്രശ്നങ്ങളുമായിട്ട് ഞാൻ ഡോക്ടറെ കണ്ടത്. പരിശോധനയ്ക്ക് ശേഷം ചില ടെസ്റ്റുകളൊക്കെ കുറിച്ചു. 2 ആഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കാണിക്കാൻ പറഞ്ഞു. എന്ത് ടെസ്റ്റാണെന്ന് മനസ്സിലായിരുന്നില്ല. ഡോക്ടർമാരുടെ എഴുത്തല്ലേ. ടെസ്റ്റ് ചെയ്തതിൻ്റെ ബില്ല് കിട്ടി ഗൂഗിൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ബ്ലഡ് ക്യാൻസറിനുള്ള ടെസ്റ്റാണെന്ന്. റിസൾട്ട് കിട്ടാൻ 3 ദിവസമാകും. ആലോചിക്കും തോറും ടെൻഷനായി. കൃഷ്ണനെ വിളിച്ചു പ്രാർത്ഥിച്ചു. 3-ാം ദിവസം റിസൾട്ട് കിട്ടി. ഒരു പ്രശ്നവുമില്ല, രക്തക്കുറവാണ്. പിന്നെയും 5-6 മാസം ചികിത്സ തുടർന്നു. അപ്പോഴാണ് കഴുത്തിലൊരു മുഴ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത്തവണ ഡോക്ടറെ കണ്ടപ്പോൾ വീണ്ടും ടെസ്റ്റിന് എഴുതി. പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും ഇതേ ടെസ്റ്റ് തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വീണ്ടും സമാധാനം നഷ്ടപ്പെട്ടു. കണ്ണന് വഴിപാടുകൾ നേർന്നു. 2 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ 2 മാസത്തെ കാലയളവിൽ എങ്ങനെയോ എനിക്ക് ധൈര്യം കൈവന്നു. സമയമായപ്പോൾ ലാബിൽ ടെസ്റ്റ് ചെയ്തു. അത് ഡോക്ടറെ കാണിക്കുന്നതിന് മുമ്പായി ഗുരുവായൂരിൽ വന്നു. അതിശയം തന്നെ. അന്ന് അലങ്കാരം കാളിയമർദ്ദനമായി തോന്നി. ഭഗവാൻ കാളിയൻ്റെ വിഷം എടുത്തു കളയുന്ന ആ ഒരു അലങ്കാരം എനിക്കുള്ള സന്ദേശമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. സോപാനത്തിനടുത്ത് നിന്നിരുന്ന ചേച്ചിമാർ ആവർത്തിച്ച് പറഞ്ഞു, ഇന്ന് കാളിയമർദ്ദനമാണെന്ന്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഒരനുഭവം ചോദിച്ചതിന് ഇത്രയും ടെൻഷൻ അടിപ്പിക്കണമായിരുന്നോ കണ്ണ എന്ന് തോന്നിപ്പോയി. എങ്കിലും എല്ലാം തെളിഞ്ഞു. എൻ്റെ ജീവിതം സന്തോഷമായി. വളരെ നീണ്ടുപോയി എന്ന് തോന്നുന്നു. നീണ്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ. കാളിയമർദ്ദനത്തിൻ്റെ ഇത്രയും നല്ലൊരു വേർഷനായിട്ടാണ് നമ്മൾ ഈ അനുഭവം കാണേണ്ടത്. എല്ലാവരിലേക്ക് എത്തിക്കുക. ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ കയറാം. കൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് മുകളിലുള്ള ലിങ്ക് വഴിയൊക്കെ വാങ്ങുകയും ചെയ്യാം. ഹരേ കൃഷ്ണ.